കലാദേവിയുടെ മുന്നിൽ കൈത്തിരിയുമായി ഒരു സംഘം വിദ്യാർത്ഥികൾ. ഇന്നത്തെ ചിത്രങ്ങൾ ഏറ്റുമാനൂർ ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂളിലെ കലോത്സവ ഉദ്ഘാടനത്തിൻ്റെതാണ്. കണ്ണാടി കണ്ണിൽ മിന്നണ് കഥ പറയും കൗമാരം, കർപ്പൂരച്ചിരിയിൽ വിരിയണ ശ്രുതിയുണരും സംഗീതം, അരിമുല്ലപ്പൂവിടരുന്നൊരു മനതാരിൽ പൂക്കാലം, നവരാത്രിക്കൊരു മുഴുവാസരമാഘോഷം ഉത്സാഹം, വിദ്യാലയ വേദികൾ നിറയും ആനന്ദം, വിദ്യാലയ വേദികൾ നിറയും ആനന്ദം, അരിമുല്ലപ്പൂവിടരുന്നൊരു മനതാരിൽ പൂക്കാലം, നവരാത്രിക്കൊരു മുഴുവാസരമാഘോഷം ഉത്സാഹം, വിദ്യാലയ വേദികൾ നിറയും ആനന്ദം, വിദ്യാലയ വേദികൾ നിറയും ആനന്ദം. മൃദുബാല്യം കൗമാരത്തിന് വഴിമാറും ഇടനേരം, മൃദുബാല്യം കൗമാരത്തിന് വഴിമാറും ഇടനേരം, സഖിയാകും സൗഹൃദമുയിരിന് പാലൂട്ടും സാഫല്യം, സഖിയാകും സൗഹൃദമുയിരിന് പാലൂട്ടും സാഫല്യം, ഈ ഓരോ ദിനവും പുളകപ്പൂത്തിരിയാകും സായുജ്യം, മലയാളം മനസ്സിൽ മധുരത്തേനാകും സന്തോഷം. കണ്ണാടി കണ്ണിൽ മിന്നണ് കഥ പറയും കൗമാരം, കർപ്പൂരച്ചിരിയിൽ വിരിയണ ശ്രുതിയുണരും സംഗീതം, നിറസ്നേഹത്തിരിയായി അധ്യാപകരുടെ വാത്സല്യം, നിറസ്നേഹത്തിരിയായി അധ്യാപകരുടെ വാത്സല്യം, മധുരപ്പൂന്തിരയായി മനസ്സിൽ അലതല്ലും ആഹ്ലാദം, മധുരപ്പൂന്തിരയായി മനസ്സിൽ അലതല്ലും ആഹ്ലാദം, അധ്യാപനമേറ്റം ശ്രേഷ്ഠം പകരുമ്പോളേറും കർമ്മം, കുരുന്നുകളുടെ ഉള്ളിൽ അറിവുകൾ നിറയുമ്പോൾ ജന്മം ധന്യം. കണ്ണാടി കണ്ണിൽ മിന്നണ് കഥ പറയും കൗമാരം, കർപ്പൂരച്ചിരിയിൽ വിരിയണ ശ്രുതിയുണരും സംഗീതം, അരിമുല്ലപ്പൂവിടരുന്നൊരു മനതാരിൽ പൂക്കാലം, നവരാത്രിക്കൊരു മുഴുവാസരമാഘോഷം ഉത്സാഹം, വിദ്യാലയ വേദികൾ നിറയും ആനന്ദം, വിദ്യാലയ വേദികൾ നിറയും ആനന്ദം. ഈ ചിത്രങ്ങളെല്ലാം എടുത്തത് ഇന്നലെയാണ്. നവരാത്രിയുടെ 7ാം ദിനമായ ഇന്നലെ ഈ സ്കൂളിലെ കലോത്സവമായിരുന്നു. വളരെ ഉചിതമായൊരു തീരുമാനമാണ്. കാരണം നവരാത്രിയുടെ ദിനങ്ങളിലൊന്നിൽ കുട്ടികളുടെ കലാഭിരുചി പ്രകടിപ്പിക്കാനുള്ള അവസരം നൽകുന്നത് വളരെ ശരിയായ തീരുമാനമാണ്. കലോത്സവത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ചിത്രദർശനത്തിൻ്റെ പങ്കാളിയായ ശ്രീ ഉദയറാമാണ്. മുഖ്യ പ്രഭാഷണം നടത്തിയത് ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനായ ശ്രീ ഹരി ഏറ്റുമാനൂരാണ്. അങ്ങനെ ചിത്രദർശനത്തിൻ്റെ തന്നെ ഒരു പരിപാടി പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ട സ്നേഹമസൃണമായ അന്തരീക്ഷത്തിൽ നടന്ന ഒരു ചടങ്ങായിരുന്നു അത്. കുട്ടികളുടെ മുഖങ്ങളിലെല്ലാം കൗതുകവും സന്തോഷവും ഈ കലാദിനത്തിനായിട്ടുള്ള തയ്യാറെടുപ്പുകളുമൊക്കെ ആ ഔത്സുക്യമൊക്കെ കാണാമായിരുന്നു. കുട്ടികളെ വീക്ഷിക്കുന്നത് തന്നെ എത്ര സുഖകരമായൊരു അവസ്ഥയാണ്. ആ നിഷ്കളങ്കമായ ഭാവപ്രകടനങ്ങളും ചിരിയും സന്തോഷവുമൊക്കെ കാണുമ്പോൾ തന്നെ നമ്മളുടെ പഴയ ബാല്യകാലം തിരിച്ചു വരുന്ന പോലെയാണ്. ഈ സ്കൂളിൽ 75ഓളം വിദ്യാർത്ഥികളെ ഇപ്പോൾ പഠിക്കുന്നുള്ളൂ എന്നത് അല്പം ചിന്തിപ്പിക്കുന്നതാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ് സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം ക്രമാതീതമാംവിധം കുറയുകയാണ്. പല കാരണങ്ങളുണ്ട്. പ്രധാന കാരണം അൺഎയ്ഡഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ CBSE സിലബസും ICSE സിലബസും ഒക്കെയുള്ള സ്കൂളുകളിലേക്ക് കുട്ടികളെ ചേർക്കാനാണ് മാതാപിതാക്കൾക്ക് താല്പര്യം. അതിപ്പോൾ മിക്കവാറും ഗവൺമെൻറ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെയും അവിടുത്തെ മറ്റ് ജീവനക്കാരുടെയൊക്കെ മക്കൾ പോലും പഠിക്കുന്നത്
ഏതെങ്കിലും അൺഎയ്ഡഡ് സ്കൂളിലായിരിക്കും, CBSEയോ ICSEയോ ഒക്കെ സ്കൂളിലായിരിക്കും. കാരണം എല്ലാവർക്കും പിള്ളേരുടെ ഒരു ഭാവിയിൽ വളരെ ആശങ്കയുണ്ട്. ഇതിനൊരു മാർഗം ഈ സ്കൂളുകളിലും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവരിക, നല്ല നിലവാരമുള്ള രീതിയിൽ പഠിപ്പിക്കുക, മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുക എന്നൊക്കെയാണ്. ഞങ്ങൾ ഇന്നലെ പോയ ഏറ്റുമാനൂർ ഗവൺമെൻറ് സ്കൂളിൽ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ തന്നെയുണ്ട്. മനോഹരമായ ഒരു അന്തരീക്ഷം, പുല്ല് പിടിപ്പിച്ച കമ്പൗണ്ട്, പുതിയ ഒരു കെട്ടിടം തയ്യാറായിരിക്കുന്നു. MLAയുടെ ഫണ്ടിൽ നിന്നുമുള്ള പൈസകൾ കൊണ്ട് അത് 2 MLAമാരുടെ, ആദ്യം ഏറ്റുമാനൂർ ഇതിനു മുമ്പുണ്ടായിരുന്നത് ശ്രീ സുരേഷ് കുറുപ്പാണ്, അദ്ദേഹത്തിൻ്റെയും ഇപ്പോഴത്തെ MLAയും മന്ത്രിയുമായ ശ്രീ VN വാസവൻ്റെയും ഫണ്ടിൽ നിന്ന് പൈസ ഉപയോഗിച്ചാണ് ഈ കെട്ടിടം പണിതിട്ടുള്ളത്. മനോഹരമായി പണിതു. അപ്പോൾ ഇത് പണിത് കഴിയുമ്പോൾ പഴയ കെട്ടിടം പൊളിച്ച് ഇവിടെ ഒരു മൈതാനമാക്കുകയാണ്. അങ്ങനെ ഒരു തീരുമാനമുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. 1891 സ്ഥാപിതമായതാണ് ഈ സ്കൂള്. ഇപ്പോൾ 134 വർഷം. വലിയ പാരമ്പര്യമാണ്. സ്വാതന്ത്ര്യത്തിന് എത്രയോ നാൾ മുൻപ് തുടങ്ങിയ സ്കൂളാണ്. ഏറ്റുമാനൂരിൻ്റെ അഭിമാനമായിരുന്നു. ഇപ്പോൾ കുട്ടികൾ കുറവാണ്. സ്കൂളിലെ വിദ്യാഭ്യാസത്തിൻ്റെ ആ ഒരു മീഡിയം ആയിരിക്കാം പ്രശ്നം. മലയാളം മീഡിയത്തിൽ ഇപ്പോൾ പഠിക്കാൻ കുട്ടികളെ കിട്ടാത്തൊരു സാഹചര്യമുണ്ടല്ലോ. ഈ സ്കൂളിന് എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു. സ്കൂളിൻ്റെ പ്രഥമ അധ്യാപകൻ ക്ലെമൻ സാറും മറ്റധ്യാപകരും അനധ്യാപകരുമൊക്കെ നല്ല ഒരു സ്വീകരണമാണ് ഞങ്ങൾക്ക് നൽകിയത്. സ്കൂളിലെ PTA പ്രസിഡൻ്റ് ശ്രീമതി വത്സല മനോജ് മറ്റൊരു വിദ്യാലയത്തിലെ അധ്യാപികയുമാണ്. വളരെ സജീവമായി നടക്കുന്ന ഒരു PTA ഇവിടെ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. ഈ കുരുന്നുകളോടൊപ്പം ചെലവഴിച്ച ഏകദേശം 1 മണിക്കൂർ വലിയ സന്തോഷമായിരുന്നു. ഈ കലോത്സവത്തിനും ഈ കുട്ടികളുടെ മറ്റ് അധ്യയന സംരംഭങ്ങൾക്കുമൊക്കെ നന്മ ആശംസിക്കുന്നു. വിദ്യാമലരികളോടൊപ്പം ചെലവഴിച്ച ഈ ഒരു പ്രഭാതം ഞങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കും. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഈ കലോത്സവ ഉദ്ഘാടനത്തിന് പോയതിൻ്റെ അനുഭവത്തിൽ എഴുതിയ ഒരു ചെറിയ ഗാനം, അത് ആലപിച്ചത് സ്കൂളിലെ തന്നെ വിദ്യാർത്ഥിനിയായ കുമാരി ആദിത്യ മനോജാണ്. PTA പ്രസിഡൻറ്റ് ശ്രീമതി വത്സല മനോജിൻ്റെ പുത്രിയാണ് ആദിത്യ എന്നതും സന്തോഷകരമാണ്. ആദിത്യ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ശ്രീ മനോജ് വിക്കയുടെയും ശ്രീമതി വത്സമ മനോജിൻ്റെയും പുത്രിയും അഭിജിത്യ മനോജ്, അംബേദ്കർ ഗൗതം മനോജ് എന്നിവരുടെ മൂത്ത സഹോദരിയുമാണ്. അതിമനോഹരമായി പാടുന്ന ഒരു ഗായികയാണ്. ആദിത്യയുടെ ഗാന സഭരിക്കും നന്മ ആശംസിച്ചുകൊള്ളുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വിട്ടു. കാലങ്ങളായി ഇതൊരു ഗേൾസ് ഹൈസ്കൂളായിരുന്നു. എന്നാൽ കഴിഞ്ഞ മാർച്ചിൽ സർക്കാർ ഒരു ഉത്തരവ് പുറത്തിറക്കി ഇത് മിക്സ്ഡ് സ്കൂളായിട്ട് മാറ്റിക്കൊണ്ട്. അല്പം താമസിച്ചതുകൊണ്ട് കുറച്ച് ആൺകുട്ടികളെ ഈ അധ്യയന വർഷം ലഭിച്ചുള്ളൂ. പക്ഷേ ക്ലെമൻ സാറ് പറഞ്ഞത് അടുത്ത അധ്യയന വർഷം മുതൽ കൂടുതൽ ആൺകുട്ടികളുണ്ടാവും. അങ്ങനെ ഈ സ്കൂളിൻ്റെ ശേഷി വർദ്ധിക്കും എന്ന് അദ്ദേഹം പ്രത്യാശിക്കുന്നു. ഒരു സർക്കാർ സ്കൂളിൻ്റെ കലോത്സവത്തിൻ്റെ കഥ പറഞ്ഞ ഇന്നത്തെ സായാഹ്നം ധന്യമാകുന്നു. എല്ലാവർക്കും ശുഭരാത്രി ആശംസിക്കുന്നു. ഗുഡ് നൈറ്റ്.